ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ തന്നെയല്ലേ? അനുജ, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം AICCയുടെ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം വൈകിട്ടോടെ തന്നെ ഒരു പ്രഖ്യാപനത്തിൽ കടക്കാനാണ് AICCയുടെ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും സംസ്ഥാന ഘടകം ഒറ്റ പേര് കൊടുത്താൽ വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ രണ്ട് പേരാണെങ്കിലും ഒരുപക്ഷെ ചർച്ചയിലൂടെ പിന്നീട് അതൊരു പക്ഷേ നീളാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഒറ്റ പേരിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. എന്തായാലും രണ്ട് പേരെന്ന നിലയിലേക്ക് എന്തായാലും KPCC അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടില്ല. കാരണം നേരത്തെ തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ അവിടെ നടന്നിരുന്നു. അതിനുശേഷം അവസാനവട്ടം ഒരു തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ പരമാവധി വേഗത്തിൽ തന്നെ ഒരു സമവായത്തിലെത്താനുള്ള ശ്രമം KPCC നേതൃത്വ ഭാഗത്തും നേരത്തെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് ഇന്നലെ രാത്രി ഏതാണ്ട് ഉറപ്പിച്ചിരുന്നത്. പിന്നീടാണ് PV അൻവർ ഒരു സമ്മർദ്ദതന്ത്രം പയറ്റുകയും അതിനുശേഷം ചില ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്തത്. എന്തായാലും ആ ഒരു ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ UDF നേതാക്കളെ അടക്കം ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ആ ഒരു ഹൈക്കമാൻഡ് അംഗീകാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ നിൽക്കുന്ന പരിപാടിയിൽ UDF കൺവീനർ അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും കൂടാതെ മറ്റ് നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ ഒരു പരിപാടിക്ക് ശേഷം അവരുടെ പ്രതികരണം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചയിലാണ് ഈ ഒരു തീരുമാനമായത്. സമവായത്തിലെത്താനുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തി അതിനുശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്തിയത്. ആ പേര് പരിഗണിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമുദായിക പരിഗണന അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. VS ജോയി എന്ന പേരിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു DCC അധ്യക്ഷ നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ DC അധ്യക്ഷ നിലയിൽ ആ പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന നിർദ്ദേശമാണ് എന്തായാലും VS ജോയിക്ക് കൈമാറിയതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മണിക്കൂറുകളിന്റെ ചർച്ചയ്ക്ക് ശേഷം ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് എന്താകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വൈകാതെ തന്നെ PV അൻവർ നിലമ്പൂരിൽ സ്വീകരിക്കും. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലയിൽ തന്നെ പോകുമ്പോൾ PV അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഒരു തീരുമാനത്തിലൂടെ സ്വീകരിച്ചിട്ടുണ്ടാവുക. അതാണ് ഞാൻ ദിലീപ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ദിലീപ്, നിരുപാധികം എന്ന തരത്തിലേക്കാണ് ഒരു ഘട്ടത്തിൽ PV അൻവർ UDF നേതാക്കളെ സമീപിച്ചത്. അവരുമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ആര് സ്ഥാനാർത്ഥിയായാലും പിണറായിക്കെതിരെയുള്ള പോരാട്ടം പിണറായിസത്തിന്റെ അവസാനമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. പിന്നീട് ഇന്നാകുമ്പോഴേക്കും നിലപാട് മാറ്റുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷേ അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന് KPCC തീരുമാനിച്ചവർ മുന്നോട്ട് പോകുമ്പോൾ PV അൻവറിനെ സംബന്ധിച്ചത് തുടക്കത്തിലെ തിരിച്ചടി എന്ന തരത്തിൽ തന്നെ വേണ്ടേ കാണാൻ? കാരണം UDFൽ അദ്ദേഹത്തിന് പ്രവേശനമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന് വിയോജിപ്പുള്ള ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. ആ തരത്തിൽ PV അൻവറിനെ സംബന്ധിച്ചത് തുടക്കത്തിൽ ഒരു വലിയ തിരിച്ചടിയല്ലേ? അനുജ, PV അൻവറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നേരത്തെ മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരായ പരസ്യമായ നിലപാടാണ് PV അൻവർ സ്വീകരിച്ചിരുന്നത്. അത് ഇന്ന് രാവിലെയും PV അൻവർ സ്വീകരിച്ച നിലപാട് യാതൊരു മാറ്റവുമില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം PV അൻവർ ഏതു ചെകുത്താൻ സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് മലക്കം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഏത് ചെകുത്താൻ എന്ന് പറഞ്ഞാൽ നല്ല ചെകുത്താനും മോശം ചെകുത്താനും ഉണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തോടു കൂടിയായിരുന്നു PV അൻവർ ഇന്ന് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. കാരണം PV അൻവർ നേരത്തെ ഇടതുപാളയത്തിൽ നിന്ന് മറുകണ്ഠം ചാടുമ്പോൾ അല്ലെങ്കിൽ UDF പക്ഷത്തേക്ക് പോകുമ്പോൾ UDFൽ ഒരു ഘടകകക്ഷിയായിട്ട് PV അൻവറെ ഒപ്പം കൂട്ടുമെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ DMK എന്ന പേരിൽ ആദ്യം ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ PV അൻവർ ചേരുന്നു. ഇതൊക്കെ UDFൽ ഒരു ഘടകകക്ഷിയാക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്ന കാര്യവും PV അൻവറിന് ഏറെക്കുറെ ഉറപ്പായിരുന്നതുകൊണ്ട് നേരത്തെ തന്നെ VS ജോയി അവിടെ സ്ഥാനാർത്ഥിയായാൽ ജയമുറപ്പ് എന്ന തരത്തിലുള്ള പ്രചാരണം മാത്രമല്ല പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളും PV അൻവർ നടത്തിയിരുന്നു. അങ്ങനെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിലും PV അൻവറിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അതായത് 2026 സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തനിക്ക് ഒരു തിരിച്ചുവരവ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി വരാം എന്നുള്ളത് PV അൻവർ കണക്കുകൂട്ടിയിരുന്നു. അത് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിൽ മത്സരിക്കുന്നതെങ്കിൽ നേരത്തെ പിതാവിനെ പോലെ ആര്യാടൻ മുഹമ്മദ് 3 പതിറ്റാണ്ടോളം അവിടെ തുടർച്ചയായി ജനപ്രതിനിധിയായിരുന്നു. നിലമ്പൂരിൻ്റെ മറ്റൊരു പര്യായമായി ആര്യാടൻ മുഹമ്മദ് മാറിയിരുന്നു. അങ്ങനെ
ആര്യാടൻ കുടുംബത്തിനുള്ള ആ സ്വാധീനം വീണ്ടും ആര്യാടൻ ഷൗക്കത്തിലൂടെ മണ്ഡലത്തിൽ നിലയുറപ്പിക്കും. അതുകൊണ്ട് നിലമ്പൂർ മണ്ഡലം തനിക്ക് ഒരുപക്ഷെ ഭാവിയിൽ അത് കിട്ടാതെ വന്നേക്കാം എന്ന അപ്പോഴും ദിലീപ് കുമാർ നമുക്കറിയാം 2016 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഈ അൻവർ ഫാക്ടർ എന്നുള്ളത് അവിടെ പ്രവർത്തിക്കുമോ എന്നൊരാശങ്ക ഈ ഘട്ടത്തിൽ UDF ഉണ്ടാകുമോ? അതല്ല അൻവർ എന്ത് ചെയ്താലും ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന തരത്തിലേക്ക് പോകാനും മാത്രം ആത്മവിശ്വാസമുണ്ടോ UDF അവിടെ? അനുജ, കോൺഗ്രസ് നേതാക്കൾ ഇതിനെ കാണുന്ന മറ്റൊരു തരത്തിലാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ 1-2 തവണ അല്ലെങ്കിൽ മണ്ഡല രൂപീകരണ കാലത്ത് K കുഞ്ഞാലിക്കൊപ്പം ചേർന്ന് CPIM-നെ വിജയിപ്പിച്ച മണ്ഡലം, 65-ലും 67-ലും CPIM-നെ മത്സരിച്ച് ജയിച്ച മണ്ഡലം. പിന്നീട് ഇടതുമുന്നണിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് 1982 വരെ കാത്തിരിക്കേണ്ടി വന്നു. 80-ൽ ഇടതു പിന്തുണയോടുകൂടി C ഹരിദാസ് എന്ന കോൺഗ്രസ് യു സ്ഥാനാർത്ഥി ജയിച്ചു. പിന്നീട് ആര്യാടൻ മുഹമ്മദിന് അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രിസഭയിൽ 80-ൽ അദ്ദേഹത്തിന് വേണ്ടി C ഹരിദാസ് രാജിവെക്കുകയും ചെയ്തു. ഇടതു പിന്തുണയോടെ ആര്യാടൻ ജയിക്കുകയും ചെയ്തു. ആ ചരിത്രം മാറ്റി നിർത്തിയാൽ 82-ൽ TK ഹംസ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വിജയിപ്പിച്ച ചരിത്രം ഇടതുമുന്നണിക്കുണ്ട്. അങ്ങനെ ഈ ചെറിയ കാലഘട്ടങ്ങളിൽ മാത്രമേ CPIM-നെ സംബന്ധിച്ച് നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ബാക്കി കാലം മുഴുവൻ ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകം എന്ന നിലയിൽ നിലമ്പൂർ UDF-ന്റെ കൈകളിൽ ഏറെക്കുറെ സുരക്ഷിതമായിരുന്നു. അങ്ങനെയുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബത്തിൽ നിന്ന് 2016-ൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ അന്ന് അന്നത്തെ VV പ്രകാശിൻ്റെ പേര് അന്ന് വളരെ സജീവമായി സ്ഥാനാർത്ഥിയാകും എന്ന് കേട്ടിരുന്നതാണ്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണെന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പരാജയത്തിന് വഴിയൊരുക്കിയതെന്നും ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന PV അൻവറിനെ കോൺഗ്രസ്സുകാർ കൈയയച്ചു സഹായിച്ചിരുന്നുവെന്നും ഉള്ള അത്തരത്തിലുള്ള ഒരു പ്രചാരണം അന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ആയപ്പോഴേക്ക് PV അൻവറിൻ്റെ ഭൂരിപക്ഷം 2000-ൽ പരമായി കുറയുന്നതിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് PV അൻവർ ഒരു നിർണായക ഘടകമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കരുതുന്നില്ല എന്നതാണ് വാസ്തവം. പകരം കോൺഗ്രസ് വോട്ടുകൾ ഒരുമിച്ച് നിൽക്കുക, നേതാക്കൾ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോഴും VV പ്രകാശൻ 2000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോകുമ്പോഴും അതിൽ ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിനൊപ്പമുള്ളവരും ചേർന്ന് കാലുവാരിയിട്ടുണ്ട് എന്ന തരത്തിലേക്കും അന്ന് ആ ഘട്ടത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് തന്നെയാകും നിലമ്പൂരിൽ ഇക്കുറി സ്ഥാനാർത്ഥിയാവുക എന്നതിലേക്ക് കേരള നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റു പേരുകൾ ഇല്ല. KPCC ഉടൻ തന്നെ ആ പേര് ഹൈക്കമാൻഡിന് കൈമാറും. പ്രഖ്യാപനം ഇന്ന് വൈകിട്ടുണ്ടാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.